കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാര് ആ ക്ലാസ്സസ് കണ്ട ശേഷം ഇന്നത്തെ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 10ലെ 5th ആൻഡ് 6th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Find the smallest square number that is divisible by each of the following numbers 4, 9 and 10. അതായത് 4ഉം 9ഉം 10ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ഏതാണെന്ന ക്വസ്റ്റ്യൻ. 4ഉം 9ഉം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറും ആയിരിക്കണം. അങ്ങനെയുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഡിവിസിബിലിറ്റി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നിലധികം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ചെയ്യാനുള്ളത് LCM ആണ് കണ്ടുപിടിക്കാനുള്ളത്. LCM നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. LCM കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ്? അപ്പോൾ നമുക്കിത് വൈറ്റ് ബോർഡിലോട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്മളിവിടെ 4, 9, 10 എന്നീ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ 3 നമ്പേഴ്സിൻ്റെയും LCM കണ്ടുപിടിക്കുക. 4, 9, 10. ഇപ്പോൾ 4നെയും 9നെയും 10നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ നമുക്ക് 4നെയും 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4നകത്ത് 2 ടൈംസ് 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 9 അതുപോലെ എഴുതി 10/2 5 എന്ന് കിട്ടും. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2 1. 9 5നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 9ഉം 5ഉം അതുപോലെ എഴുതി. ദെൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 9നകത്ത് 3 ടൈംസ്, ദെൻ 5 അതുപോലെ എഴുതി. എഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1, 3/3 1, 5 അതുപോലെ എഴുതി. ദെൻ വീണ്ടും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. 1, 1. ഇവിടെ എന്ത് വരും? 5/5 1 എന്ന് വരും. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ അറിയാത്ത കൂട്ടുകാർ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ LCM കണ്ടുപിടിക്കാം. LCM ഈക്വൽ ടു 2 × 2 × 3 × 3 × 5. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. അപ്പോൾ ഈ 180 എന്ന് പറയുന്നത് ഇനി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാനുള്ളത്? ഇവിടെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം? പെയർ ആക്കണം. പെയർ ആക്കാൻ പറ്റുമെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഞാൻ ഈ 2 2നെയും പെയർ ആക്കി, ഈ 2 3യെയും പെയർ ആക്കി. പക്ഷെ എന്തിനില്ല? 5ന് പെയർ ആക്കാൻ ഇവിടെ ഒരു 5 ഉള്ളൂ. അപ്പോൾ എന്ത് പറയാം? ഈ 180 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം? 180 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഇത് 180 സ്ക്വയർ അല്ല എന്ന് മനസ്സിലായി. ഇനി 180 നമുക്ക് എന്താക്കണം? സ്ക്വയർ ആക്കണമെങ്കിൽ ഇവിടെ ഒരു 5ന്റെ കുറവല്ലേ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ 180യെ ഈ ഒരു 5ന്റെ കുറവുണ്ടല്ലേ, അപ്പോൾ ഈ 180യെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 180യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും? 180 × 5. 180 × 5 ചെയ്യുമ്പോൾ 900 എന്ന് കിട്ടും. അപ്പോൾ ഈ 900 സ്ക്വയർ ആണോ? 900 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 30യുടെ സ്ക്വയർ ആണ് 900 എന്ന് പറയുന്നത്. 30 × 30 ആണല്ലോ 900. അപ്പോൾ 4, 9, 10 എന്നീ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് 900 എന്ന് നമുക്ക് പറയാം. ഇവിടെ അത് നമ്മൾ LCM കണ്ടുപിടിച്ചു. ദെൻ ആ LCM 180 എന്ന് കിട്ടി. ഇവിടെ നമ്പേഴ്സ് കിട്ടിയ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയ നമ്പേഴ്സ് പെയർ ആക്കിയപ്പോൾ 5ന് ഒരു 5ന്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? 180 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 5ന്റെ കുറവാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 180യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 900 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Number 6. Find the smallest number by which 9408 must be multiplied so that the product is a perfect square. Find the square root of the product. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ 9408നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ, അതായത് ഈ നമ്പറിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുന്നത്. 9408നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത്. പിന്നെ എന്ത് ഫൈൻഡ് ചെയ്യണം? ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്. ഈ ഇതിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് വൈറ്റ് ബോർഡിലോട്ട് ചെയ്യാം.
ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് 9408നെ ഏത് ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്, ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തന്നിട്ടുള്ള നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഈ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9/2 9/2 2 4 ടൈംസ്, ദെൻ 1 ബാലൻസ് കൊടുക്കുമ്പോൾ 14 7 ടൈംസ്, 0 അതുപോലെ എഴുതി. 8 4 ടൈംസ്, അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4/2 2, 7 3 ടൈംസ്, 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആവും അല്ലേ. 10/2 5, ദെൻ 4/2 2 തന്നെ കിട്ടും. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 1 ടൈം, 3 1 ടൈം, ദെൻ 1 ബാലൻസ് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ 15 ആവും. 15/2 7 ടൈംസ് ആകുമ്പോൾ 14, ദെൻ 14 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 12 ആവും. അപ്പോൾ 6 എന്ന് കിട്ടും. 1176. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 5 ടൈംസ്, 1 ബാലൻസ് കൊടുക്കുമ്പോൾ 17 ആവും. 8 × 2 16, ദെൻ 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെയും 16 ആവും. ദെൻ 8 ടൈംസ്, ദെൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2 2 അല്ലേ. 5 2 ടൈംസ്, 2 × 2 4 ആണ്. 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 18 ആവും. 18/2 19, ദെൻ 8/2 4, ദെൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 9 4 ടൈംസ്, 4 × 2 8, ദെൻ 1 ബാലൻസ് എടുക്കുമ്പോൾ ഇത് 14 ആവും. 14/2 7. ഇനി 147 നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14 എത്ര ടൈംസ് ഉണ്ട്, 3, 4 × 3 12 ആണ്. ദെൻ 2 ബാലൻസ് കൊടുക്കുമ്പോൾ 27 ആവും. 27 3 9 ടൈംസ്. 49 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7/7 അല്ലേ. 7 × 7 49 ആണ്. ദെൻ അഗൈൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നവരെ ചെയ്തു. ദെൻ ഈ തന്നിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 2 × 2 എത്ര 2 ഉണ്ട്, 1 2 3 4 5 6 2. 2 × ഓക്കെ 1 2 3 4 5 6 2 ഇൻറ്റു 3 × 7 × 7. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ എന്താവണം, എല്ലാത്തിനെയും പെയർ ആക്കാൻ പറ്റണം. ഞാൻ ഈ 2 2നെ ഒരു പെയറാക്കി, ദെൻ ഇത് രണ്ടും ഒരു പെയറാക്കി, ഇത് രണ്ടും പെയറാക്കി, 2 7ഉം പെയറാക്കി. ബട്ട് ഇവിടെ എന്തില്ല, 3ക്ക് പെയറാക്കാൻ ഒരു 3യുടെ കുറവുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, 9408 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം അല്ലേ. 3 ഹാസ് നോ പെയർ. 3 ഹാസ് നോ പെയർ. സോ 9408 is not a perfect square. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 9408 ആണല്ലോ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു 3യുടെ കുറവാണ് ഉള്ളത്. അപ്പോൾ ഈ നമ്പറിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ 9408നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു 3യുടെ കുറവാണ് ഉള്ളത്. അപ്പോൾ ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ 9408 × 3 ചെയ്യുമ്പോൾ നമുക്ക് 28,224 എന്ന് കിട്ടും. അത് കൂട്ടുകാരൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനെ ഇനി പെർഫെക്റ്റ് സ്ക്വയർ ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അതായത് 28,224ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ ഓൾറെഡി ഫാക്ടറൈസ് ചെയ്ത് വച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഈ നമ്പേഴ്സും അതിൻ്റെ കൂടെ ഒരു 3യും, ഈ ഫാക്ടറൈസ് ചെയ്ത നമ്പേഴ്സും പിന്നെ നമ്മൾ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ഒരു 3യും. ഓക്കെ അല്ലേ. ആ നമ്പേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2 × 2 × 2 6 2s ഉണ്ട് അല്ലേ. 6 2s, 1 2 3 4 5 6 2s. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഫസ്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 3 ആയല്ലോ, അതും എഴുതി. ദെൻ 2 7ഉം എഴുതി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പേരിൽ നിന്നും ഓരോന്ന് വീതം എടുക്കണം. ഫസ്റ്റ് 2 2 നിന്നും ഞാൻ 2 എടുത്തു. ദെൻ നെക്സ്റ്റ് 2 2 നിന്നും ഒരു 2 എടുത്തു. ദെൻ അടുത്ത 2 2 നിന്നും ഒരു 2 എടുത്തു. ദെൻ ഈ 2 3 നിന്നും ഒരു 3 എടുത്തു. ദെൻ ഈ 2 7 നിന്നും ഒരു 7 എടുത്തു. 2 × 2 × 2 × 3 × 7 എന്ന് കിട്ടും. ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 168 എന്ന് കിട്ടും.
ഇത് കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ 168ൻ്റെ സ്ക്വയർ ആണ് 28,224 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഫാക്ടറൈസ് ചെയ്യുക, ദെൻ പെയർ ആക്കുമ്പോൾ ഓരോ നമ്പേഴ്സിനെയും പെയർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ പെയർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്തപ്പോൾ ഇവിടെ ഒരു 3യുടെ കുറവുണ്ടായിരുന്നു. ആ 3 കൊണ്ട് തന്നിട്ടുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം. ഓക്കെ അല്ലേ? ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക്